ഗൈസ് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ഗ്രിഡ് ലൈൻസിൽ അല്ലെങ്കിൽ ഡോട്ടഡ് പേപ്പേഴ്സിൽ ഇങ്ങനെ ജേണൽ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ജേണൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ആദ്യം ഇതുപോലെ ഈ ഡോട്ടഡ് ലൈൻസിൻ്റെ പേപ്പർ വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തതാണ്. ഇത് പ്രിൻ്റ് എടുക്കാനായിട്ട് നമ്മൾ നേരെ പിൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഡോട്ടഡ് ലൈൻ പ്രിൻ്റബിൾ എന്നോ അല്ലെങ്കിൽ ഗ്രിഡ് ലൈൻ പ്രിൻ്റബിൾ എന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 5 mm എടുത്തതാണ്. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് ഷോപ്പിൽ പോയിട്ട് ഡബിൾ സൈഡ് പ്രിൻ്റ് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ 2 സൈഡിലും കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ എന്താക്കുക, അത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് വൈറ്റ് പോർഷൻ കണ്ടുകൊണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് A4 ആണല്ലോ, അപ്പോൾ അത് പകുതിയാക്കി മടക്കിയിട്ടുണ്ട്. അത് മുറിച്ചിട്ട് നമ്മൾ വീണ്ടും മടക്കി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ സൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു എസ്തെറ്റിക് ടൈപ്പായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചെറുതുണ്ടാക്കുമ്പോഴാണല്ലോ അതിനൊരു രസം. എന്നിട്ട് നമ്മൾ നോർമൽ മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കണ അതേ ഒരു പ്രോസസ്സിൽ തന്നെ എല്ലാം കൂടി കറക്റ്റ് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ സൈഡിൽ ഫെവിക്കോള് തേച്ച് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിന് കവറിനായിട്ട് ഞാനിവിടെ OHP ഷീറ്റില്ലേ, നമ്മുടെ ഗ്ലാസ് ഷീറ്റ് അതാണ് എടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ സൈസിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താക്കുക, അത് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. മര്യാദക്ക് നിൽക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ ആ പശയുടെ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാഷി ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആകെ ഈ ഒരു വാഷി ടേപ്പ് മാത്രമേ നല്ലതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഞാൻ ഇത് ഒട്ടിച്ചത്. ഇനി നമുക്ക് ഫ്രണ്ട് പേജ് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ ഇതുപോലത്തെ ഒരു പിങ്ക് കളറിലൊരു നമ്മുടെ പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ, ഗ്രിഡ് ലൈൻസ് വരുന്ന. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൈജാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഏത് ചാനൽ ഫസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ